Good morning dear students. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രാഞ്ചൈസിങ് കൺസെപ്റ്റ് എന്ന ഏരിയയാണ് പാർട്ട് 18 ആണ്. ഓക്കെ, ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്ത് പോകാനുണ്ട്. ടൈപ്സ് പഠിക്കാനുണ്ട്, നെയിംസ് പഠിക്കണം, അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയെന്ന് അറിയണം. അതിൽ തന്നെ ഫ്രാഞ്ചൈസിങ് തന്നെ പലതരം ഫ്രാഞ്ചൈസിങ് ഉണ്ട്. മൊബൈൽ ഫ്രാഞ്ചൈസിങ്, ടെറിട്ടോറിയൽ ഫ്രാഞ്ചൈസിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രാഞ്ചൈസിങ്, കോപ്പ് മാനേജ്മെൻറ്റ് സർവീസ്, റോയൽറ്റി ഫീസ് ആൻഡ് സെയിൽസ് ഓഫ് പ്രൊഡക്റ്റ് എന്നിവയാണ് കേട്ടോ ഫ്രാഞ്ചൈസിങ് കൺസെപ്റ്റ്. ഓക്കെ, ഇതിലാണ് മെയിൻറ്റെയിനിങ് യൂണിഫോമിറ്റി അക്രോസ് ദ ഫ്രാഞ്ചൈസിങ് ചെയിൻ. അതിൽ കൂടാതെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ പഠിച്ചു പോകാനുണ്ട്. ആൻഡ് ടൈപ്സ് ഓഫ് ഫ്രാഞ്ചൈസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ് കൺസെപ്റ്റ്, ദെൻ റൂറൽ റീറ്റെയിലിംഗ് ഫോർമാറ്റ്സ്. ദെൻ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ഫ്രാഞ്ചൈസിങ്. ഓക്കെ, franchising concept. Franchising is one of the most successful market concept. The basic of franchising is the expansion of business. Okay, നമുക്കറിയാം എക്സ്പാൻഷൻ ഓഫ് ബിസിനസ് വിപുലീകരിക്കുക എന്നാണ് ഫ്രാഞ്ചൈസിങ് കൺസെപ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇതിൽ ദ കരിയർ ലോഞ്ചർ ഓഫ് ദ Then franchising enabled the franchisor has developed a successful business concept to expand this operation new geographical areas rapidly with a minimal investment. കയ്യിൽ ഒരു മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് തൻ്റെ കയ്യിലുള്ള ബിസിനസ് പ്ലാനിങ് മിനിമം ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും തൻ്റെ കയ്യിലുള്ള ബിസിനസ് പ്ലാനിങ് വിപുലീകരിക്കുക, വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ആർക്കുള്ളത്? നമ്മുടെ ഫ്രാഞ്ചൈസറിനുള്ളത്. ഓക്കെ, next, the franchisees on the other hand reduce risky by adopting the proven tested business model. However, buying a franchise can be very expensive. Okay, another വേറൊരു ഭാഗം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻവോൾവിങ് ബിഗ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് പുതിയൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യാനും ആർക്ക് അറിയണം? ഫ്രാഞ്ചൈസർക്ക് അറിയണം. ഓക്കെ, നെക്സ്റ്റ്, ദ ടൈപ്പ് ഓഫ് ഫ്രാഞ്ചൈസിങ് എന്താണ്? ദ ഫ്രാഞ്ചൈസിങ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റിംഗ് പ്രൊഡക്ട്സ് ഓർ സർവീസസ്. ഫ്രാഞ്ചൈസിങ് ക്യാൻ ബി ബ്രോഡ്ലി കാറ്റഗറൈസ്ഡ് ഇൻ ടു 2 ways. എന്താണ് ഫ്രാഞ്ചൈസിങ്? ബ്രോഡ്ലി കാറ്റഗറി ഇൻ ടു 2 ways. വൺ ഈസ് പ്രൊഡക്റ്റ് ട്രേഡ് നെയിം ഫ്രാഞ്ചൈസീസ് ആൻഡ് ദ സെക്കൻഡ് ഈസ് ബിസിനസ് ഫോർമാറ്റ് ഫ്രാഞ്ചൈസി. ഒന്ന് പ്രൊഡക്റ്റ് ബേസ്ഡും ഒന്ന് എന്താണ് ബിസിനസ് ഫോർമാറ്റും. One is the product and second is the trade franchising and the second is business format franchising and the product trade name franchising. Under this type, the franchisees select the manufacturer's product and thereby accuse of manufacturer identity some extent for instant gas service and situation and automobile design and arrow etc. അതായത് പ്രൊഡക്റ്റ് ട്രേഡ് നെയിം ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ട്രേഡ് ആണ്. ട്രേഡ് മീൻസ് വ്യാപാരം. എന്ത്? പ്രൊഡക്റ്റ് ഓർ ട്രേഡ് നെയിം ഫ്രാഞ്ചൈസീസ് എന്ന് പറയും. അണ്ടർ ദിസ് ടൈപ്പ് ഓഫ് ഫ്രാഞ്ചൈസിങ് സെലക്ട് ദ മാനുഫാക്ചേഴ്സ് പ്രൊഡക്റ്റ് ആൻഡ് അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന നമ്മൾ നിർമ്മിക്കുന്ന എന്ത് പ്രൊഡക്റ്റ് ദിയർ ബൈ അക്വയറേഴ്സ് ആൻഡ് മാനുഫാക്ചേഴ്സ് ഐഡൻറ്റിറ്റി ടു സം എക്സ്റ്റെൻറ്റ് ആൻഡ് ഇൻസ്റ്റൻസ് ഗ്യാസ് സർവീസ് സിറ്റുവേഷൻ ആൻഡ് ഓട്ടോമൊബൈൽ ഡീലർഷിപ്പ് സൊല്യൂഷൻ ആൻഡ് ബിസിനസ് ഫോർമാറ്റ് ഓഫ് ഫ്രാഞ്ചൈസ്. എന്താണ് ബിസിനസ് ഫോർമാറ്റ്? നോക്കാം. അണ്ടർ എ ബിസിനസ് ഫോർമാറ്റ് ഫ്രാഞ്ചൈസിങ് എ ഫ്രാഞ്ചൈസർ ലൈസൻസ് ഓഫ് ഫ്രാഞ്ചൈസീസ് റൈറ്റ്സ് ടു മാർക്കറ്റ് സർവീസസ് ഇൻ എ ഡിഫൈൻഡ് ടെറിട്ടറി ഫോളോയിങ് സ്പെസിഫൈഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രാക്ടീസസ്. ഓക്കെ, അണ്ടർ എ ബിസിനസ് ഫോർമാറ്റ് ഫ്രാഞ്ചൈസ് അതായത് ബിസിനസ് ഫോർമാറ്റ്, അതായത് ഒരു ബിസിനസ് ഫോർമാറ്റിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ഫ്രാഞ്ചൈസിങ് ആണെങ്കിൽ ലൈസൻസ് ഈസ് ഫ്രാഞ്ചൈസൈസ് റൈറ്റ്സ് ടു മാർക്കറ്റ് സർവീസ് ഇൻ എ ഡിഫൈൻഡ് ടെറിട്ടറി ഫോളോയിങ് സ്പെസിഫൈഡ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് പ്രാക്ടീസസ്. അതായത് പ്രൊഡ്യൂസേഴ്സ് അതായത് അത് സാധനം ഉണ്ടാക്കുന്ന ആളുകളും വിൽക്കുന്ന ആളുകളും എല്ലാം കൂടി മാർക്കറ്റ് സർവീസസ് ഇൻ എ ഡിഫൈൻഡ് ടെറിട്ടറി ഫോളോയിങ് സ്പെസിഫിക് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് പ്രാക്ടീസ്. അവർ ഡിഫൈൻഡ് ടെറിട്ടറി ഒരു പ്രദേശത്ത് തന്നെയാണ് ഫ്രാഞ്ചൈസിങ് അവർ വിചാരിച്ചെങ്കിൽ ആ ഒരു ടെറിട്ടറി ഏരിയ തന്നെ ഇവരെന്ത് നോട്ട് ചെയ്തു. നെക്സ്റ്റ്, ദെൻ
has to design outlets and per given format, produce budgets and per determinate process of standard which is specified great details. അത് അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇതാക്കിയിട്ടാണ് അവർ എങ്ങോട്ട് പോകുന്നത്, ഒരു ഫോർമാറ്റ് ഉണ്ടാക്കുന്നത്, ബിസിനസ് ഫോർമാറ്റ്. എങ്ങനെ ബിസിനസ് ഇവിടെ അവർക്ക് എന്ത് ചെയ്യാം, ഗ്രോത്ത് ഡെവലപ്പ് ആക്കി എടുക്കാം, ടെറിട്ടറി എങ്ങനെയുള്ളതാണ്, അവിടെ റൂറൽ എങ്ങനെയാണ്, അവിടുത്തെ ഏരിയ, അവിടുത്തെ ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണ്, നമുക്ക് സാധനങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ കൊണ്ടുവരാൻ പറ്റുമോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ ഒരു ഫോർമാറ്റിലുള്ളത്. അതൊരു ഫോർമാറ്റ് തയ്യാറാക്കുകയാണ്. Okay. The distributors refers to franchising territorial rights for sale of product. Territory means സ്ഥലങ്ങളാണ്, ഓരോ വാസസ്ഥലങ്ങളാണ്, ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെയാണ് ടെറിട്ടറി എന്ന് പറയുന്നത്. ഈ ടെറിട്ടറി റൈറ്റ്സ് എന്ന് പറയുന്നത് അവിടെ റൈറ്റ്സ് ടു സെയിൽ ഫോർ എ പ്രൊഡക്റ്റ്. ടെറിട്ടറി ഒരു പ്രദേശത്ത് സാധനങ്ങൾ വിൽക്കാനുള്ള റൈറ്റ്, സെയിൽസ് ചെയ്യാനുള്ള അവകാശം. ദസ് കമ്പനീസ് ലൈക്ക് Hyundai Motors, Toyota appointment dealers to sell, while Samsung, LG Electronics അങ്ങനെ എക്സാമ്പിളാണ് പറയുന്നത്. ഹുണ്ടായി, അതായത് വണ്ടികളുടേതും ഇലക്ട്രോണിക്സ് ആയാലും സാംസങ് TV ആൻഡ് സെറ്റ് മൊബൈൽ ഷോപ്പ്, അങ്ങനെ പലതരം കടകളും ഏത് തരം സെക്ഷൻ ആണെങ്കിലും അതിൻ്റെ ഫോർമാറ്റ് ഏകദേശം ലാൻഡ്സ്കേപ്പും ട്രാൻസ്പോർട്ടേഷൻ ചാർജും പ്രൊഡക്ട്സ് കൊണ്ടുവരുന്നതും അങ്ങനെയുള്ള ആ ഒരു റിസ്കി കാര്യങ്ങളെല്ലാം ഉള്ളടക്കമുള്ളൊരു ഫോർമാറ്റായിരിക്കും. Then in some cases a franchisor license manufacturing its distribution rights for a product in a specified territory as per given formula. ഒരു ഗിവൺ ടെറിട്ടറി, ഒരു ഫ്രാഞ്ചൈസി ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു സംരംഭകൻ ഒരു ടെറിട്ടറി ഏരിയ കൊടുത്തിട്ടുണ്ട്, അവിടുത്തെ ലൈസൻസ് അടക്കമുള്ള കാര്യങ്ങൾ. ഓക്കെ, മാനുഫാക്ചർ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് ഫോർ പ്രൊഡക്റ്റ് സപ്ലൈ ഫോർ പെർ ഗിവൺ ഇൻ ഫോർമുല. അതിനൊരു എന്ത് തയ്യാറാക്കും, ഒരു ഫോർമുല ഉണ്ട്, ഒരു ഫോർമാറ്റ് ഉണ്ട്. ഓക്കെ, companies like Coca-Cola and Pepsi license manufacturing and distribution to small companies within defined territories following specific formula. അതായത് കൊക്കക്കോള കമ്പനി അതൊക്കെ പിന്നെ വലിയ ഹൈ കമ്പനീസ് ആണ്. അപ്പോൾ അവരുടെ ടെറിട്ടറി മീൻസ് റൂറൽ ഏരിയയിലൊന്നും ആയിരിക്കത്തില്ല, സാധാ ഒരു ടെറിട്ടറി എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ദോസ് ആർ സെവറൽ വേരിയേഷൻസ് ഓഫ് ഫ്രാഞ്ചൈസിങ് അഗ്രിമെന്റ്. അതായത് ലൈസൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. Territorial franchise. What is territorial franchise? Here the franchise has this authority over a territory which may be city ആവാം, സ്റ്റേറ്റ് ആവാം, കൺട്രി ആവാം. Okay, it may be city or state or a country. The franchisee can appoint such franchisees with this territory. അവിടെ തന്നെ ഒരാളെ ഫ്രാഞ്ചൈസറെ നിയമിക്കുന്നു. ആൻഡ് മൊബൈൽ ഫ്രാഞ്ചൈസ്, ആ ഒരു മൊബൈൽ ഫ്രാഞ്ചൈസ് ആണെങ്കിലും അണ്ടർ ദിസ് ഫ്രാഞ്ചൈസ് acquire right to sell a particular product and services. മൊബൈൽ വാനിൽ കൊണ്ട് നടന്നുള്ള ഒരു മൊബൈൽ ഫ്രാഞ്ചൈസൈസ്, മൊബൈൽ അതായത് നടന്നുകൊണ്ടുള്ള വിൽപ്പന, അതെന്തായിരിക്കും, എവിടെ സാധനങ്ങൾ എപ്പോഴും എത്തിക്കാനുള്ള 2 വീലറോ അല്ലെങ്കിൽ 4 വീലറോ ഉള്ള ഒരു നടന്നുകൊണ്ട് വിൽക്കുക. ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് വേറെന്താ, അഗ്രിമെന്റൽ വിച്ച് കവേഴ്സ് ടു ദെൻ ജോഗ്രഫിക്കൽ ഏരിയ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓഫ് ദ പ്രോഡക്റ്റ്. അതായത് ജോഗ്രഫിക്കൽ ഏരിയ, ഈ ഫ്രാഞ്ചൈസൈസ് അവർ തിരഞ്ഞെടുക്കുന്ന ബിസിനസ് ടെറിട്ടറി എങ്ങനെ നോക്കും, അവർ അതിൻ്റെ ജോഗ്രഫിക്കൽ ഏരിയ എന്തായാലും നോക്കും. ഓക്കെ, ദെൻ co-management. അണ്ടർ ദിസ് ടൈപ്പ് ഓഫ് ഫ്രാഞ്ചൈസി ഹാവ് മെജോറിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ദ പാർട്ട്ണർ മാനേജ് ഷെയർസ് ടു പ്രോഫിറ്റ് പ്രൊപ്പോർഷനേറ്റ്ലി. അതായത് ഒരാളല്ല, രണ്ട് പാർട്ട്ണർഷിപ്പിൽ ഫ്രാഞ്ചൈസി തുടങ്ങുന്നതാണെങ്കിൽ അവരെപ്പോഴും എന്തായിരിക്കും, മാനേജർ ഷെയർസ് ദ പ്രോഫിറ്റ്, അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യാനുള്ള എന്തായാലും നോക്കും, ചെയ്യണമല്ലോ. ദെൻ ലൈസൻസിങ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഫ്രാഞ്ചൈസി ഈസ് ലയബിൾ ടു യൂസ് ദ ഫ്രാഞ്ചൈസീസ് ട്രേഡ് മാർക്ക് ആൻഡ് ബിസിനസ് പ്രോസസ്. എന്താക്കണം, ബിസിനസ് പ്രോസസ്സിൽ എന്ത് വേണം, അവർക്ക് ലൈസൻസിങ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. സർവീസ് ടൈപ്പ്. ദ പ്രൊഫഷണൽ സർവീസസ് പ്രൊവൈഡ് ബൈ ദ ഫ്രാഞ്ചൈസീസ് ആർ അതോറൈസ്ഡ് ബൈ ദ ഫ്രാഞ്ചൈസി. ഫ്രാഞ്ചൈസി എന്ന് പറയുന്ന അതോറിറ്റിയുടെ പെർമിഷൻ ഇല്ലാതെ ഇവർ എന്ത് ചെയ്യാൻ പാടില്ല, സർവീസസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. The unlimited goal of any business is to generate the revenues which result of profit source and revenues of available in the franchises are. അതായത് ഫ്രാഞ്ചൈസി അറിഞ്ഞുകൊണ്ടേ അതിന് കീഴിൽ ജോലി ചെയ്യുന്ന ഫ്രാഞ്ചൈസർക്ക് എന്ത് ചെയ്യാനും ലിമിറ്റേഷൻസ് ഉണ്ട്. ഇനീഷ്യൽ ഫ്രാഞ്ചൈസസ് ആൻഡ് ലോയൽറ്റി ഫീ. Royalty fee. The franchise pays a royalty fee to fixed percentage of sales. Normally this ranges between 5% or 8% of sales value. The franchisee pays a royalty at the fixed percentage. അതായത് ഫ്രാഞ്ചൈസി അവർ ആർക്ക് കൊടുക്കുന്നു, റോയൽറ്റി അറ്റ് എ ഫിക്സഡ് പേഴ്സൺ, ഒരു ഫിക്സഡ് ശതമാനം ക്യാഷ്, ഒരു ഇത്ര ശതമാനം പൈസ ആർക്ക്, നോർമലി ടു ദിസ് റേഞ്ച് ബിറ്റ്വീൻ ഒരു റോയൽറ്റി ഫീസ് അനുവദിക്കുന്നു. ആൻഡ് അഡ്വർടൈസിംഗ് ഫീ. സംടൈം ദ ഫ്രാഞ്ചൈസി ഷെയർസ് ആൻഡ് അഡ്വർടൈസിംഗ് ആൻഡ് പ്രൊമോഷൻ കോസ്റ്റ് ഇൻകർ ബൈ ദ ചെയിൻ.
ഇതിൽ തന്നെ ഇവർക്ക് എന്തും വേണം, അഡ്വർടൈസിങ് ആയിട്ട് കുറച്ച് കാര്യങ്ങളും ചെയ്യേണ്ടിയുണ്ട്. ദെൻ സെയിൽസ് പ്രോഡക്റ്റ്, ദ ഫ്രാഞ്ചൈസി ഈസ് ഓഫൺ റിക്വയർഡ് ദ സോഴ്സ് സം ingredients and components of this product from franchisor who can earns profit from sale and such ingredients to components അല്ലേ. ദസ് എ കമ്പ്യൂട്ടർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, എക്സാമ്പിൾ പറയുകയാണ്, ഒരു കമ്പ്യൂട്ടർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ വുഡ് ഇൻസിസ്റ്റ് എ പർച്ചേസ് ഓഫ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് മെറ്റീരിയൽ ആൻഡ് ഫുഡ് ചെയിൻ മേ ഇൻസിസ്റ്റ് പർച്ചേസ് എ ബേസിക് റിസൈപ്റ്റ്സ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ദസ് എ കമ്പ്യൂട്ടർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വുഡ് ഇൻസിസ്റ്റ്, നമുക്ക് അവരോട് നിർദ്ദേശിക്കാം ഓർ പർച്ചേസ് ചെയ്യാം ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ടെക്സ്റ്റ് ഓഫ് മെറ്റീരിയൽ അല്ലേ. എന്താണോ വേണ്ടത് ആ മെറ്റീരിയലിൻ്റെ ഒരു നമുക്ക് അവരോട് പർച്ചേസ് ചെയ്യാൻ പറയാം. എൻ്റെ ഫുഡ് ചെയിൻ മേ ബി ഇൻസ്റ്റിറ്റ്യൂട്ട് പർച്ചേസ് ബേസിക് ഓഫ് റിസൈപ്പ്. ഫുഡ് ചെയിൻ ആണെങ്കിലോ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ഫുഡിൻ്റെ കാര്യം പറയാൻ പറ്റില്ല. ഫുഡ് ചെയിൻ മേ ബി ഇൻസിസ്റ്റ് ഓൺ പർച്ചേസ് ബേസിക് റിസൈപ്പ്. ഫുഡ് ചെയിൻ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഫുഡിനെ പറ്റിയ റെസിപ്സ് അതിൻ്റെ എന്ത് പറയാം റെസിപ്പി നമുക്ക് ചോദിക്കാം, പറയാമൊക്കെ ചെയ്യാം. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് വേറെ, ഫുഡ് വേറെയാണ്. അപ്പോൾ ഓരോരോ കാര്യത്തിനും അതിൻ്റെതായ ഫോർമാറ്റും ഫോർമുലകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മെയിൻറ്റെയിനിങ് അൺഫോമിറ്റി അക്രോസ് ദ ഫ്രാഞ്ചൈസ് ചെയിൻ. എന്താണ് ഫ്രാഞ്ചൈസ് ചെയിനിൽ വേറെ പ്രത്യേകത? ലാർജ് ഫ്രാഞ്ചൈസ് ചെയിൻ ഹാവ് 1000 or codes spread across the world. MC Donald have about 4000 outlets spread across all the continents. Standard format. All outlets are designed per standard format. Thus, MC Donald has a few standard design of accommodate for different across locations. Standard format. എന്താണ് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്? ഓൾ ഔട്ട്ലെറ്റ്സ് ആർ ഡിസൈൻ പെർ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്. ദസ് അത് എല്ലാ ഔട്ട്ലെറ്റും അതിനൊരു ഫോർമാറ്റ് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഇൻക്ലൂഡഡ് ആണ്. കാരണം എ സ്റ്റാൻഡേർഡ് ഡിസൈൻ ടു അക്കോമഡേറ്റ് ഫോർ എ ഡിഫറൻസ് അക്കൗണ്ട് ലൊക്കേഷൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ആൻഡ് ഫ്രാഞ്ചൈസി ഹാസ് ടു ചൂസ് ഫ്രം എമംഗ് ദി സ്റ്റാൻഡേർഡ് ഡിസൈൻ ദസ് ഓൾ ഔട്ട്ലെറ്റ് ലുക്ക് സിമിലർ. അത് മനസ്സിലാക്കിയാൽ തന്നെ അതിൽ എന്തൊക്കെ കാര്യം നമുക്കറിയാം. ഔട്ട്ലെറ്റ്സ് നമ്മൾ കാണുന്നതാണ്. ഡീറ്റെയിൽസ് പ്രോസസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ദ ഫ്രാഞ്ചൈസർ സ്പെസിഫൈസ് ദ എക്സാക്ട് സ്റ്റെപ്പ് ഓഫ് സർവീസ് ഡെലിവറി. എന്താവണം? ഡെലിവറി സർവീസ് വരെ ഏറ്റെടുക്കാൻ ആര് തയ്യാറാവണം? ഫ്രാഞ്ചൈസീസ് തയ്യാറാവണം. ദസ് പിസ്സ ആണെങ്കിലും പിസ്സ ഈസ് കുക്ക്ഡ് ഇൻ ദ സെയിം മാനർ ഓൾ ഓവർ ദ വേൾഡ് ഫോളോയിങ് ഡീറ്റെയിൽ സ്റ്റെപ്പ് ആൻഡ് സ്റ്റാൻഡേർഡ് റെസിപ്പി. ഒരു പിസ്സ കുക്ക് ചെയ്യാണ്, അതിൻ്റെ റെസിപ്പി അടക്കം തന്നെ ചോദിച്ച് മനസ്സിലാക്കി വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ദ franchisor requires the franchise to send periodic reports on different aspects of business. These are analyzed for finding our deviation and field audits. There are a franchisor contacts field audits ensure that process the followed. And ministry shop അല്ല ഷോപ്പർ. എന്ത് ഷോപ്പർ? Mystery shopper is hired to the franchisor to visit the outlet of the customer and report on his experience. Customers അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സെലക്ഷൻ ഓഫ് ഫ്രാഞ്ചൈസിങ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റാൻഡിങ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, റെപ്യൂട്ടേഷൻ ആൻഡ് എക്സ്പീരിയൻസ്, കേപ്പബിലിറ്റി ഇൻ വർക്കിംഗ് സ്റ്റൈൽ, ഇതെല്ലാം ഒരു ഫ്രാഞ്ചൈസർക്ക് വേണം. ഓക്കെ, എന്തൊക്കെ വേണം? ഫിനാൻഷ്യൽ സ്റ്റാൻഡിങ്. Does the franchisee have acquired found to invest and operate successful business? ബിസിനസ് സക്സസ് ആവണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വേണം. ഒരു ഫ്രാഞ്ചൈസിക്ക് മാത്രമല്ല, അതിൻ്റെ ഫ്രാഞ്ചൈസീൻ്റെ സ്പെഷ്യാലിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിലും ഏത് ഫിനാൻസ് ആണെങ്കിലും ഏത് ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ തുടങ്ങുകയാണെങ്കിലും അത് എന്ത് വേണം? നമുക്കൊരു എക്കണോമിക് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ എക്കണോമിക് ഡിപ്പെൻഡ് വേണം. ഡസ് ദ ഫ്രാഞ്ചൈസീസ് ഹാവ് അക്യുഡേറ്റഡ് ഫണ്ട് ദ ഓപ്പറേറ്റ് സക്സസ്ഫുൾ ബിസിനസ്. ഒരു സക്സസ്ഫുൾ ബിസിനസ് ആവണമെങ്കിൽ ഒരു ഫണ്ട് കറക്റ്റ് ആയിരിക്കണം. ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഡസ് ദ franchisees have a right infrastructure. A franchisor, a food chain would instead centralized location അല്ലേ? അതിന് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അറിയണം. ഫ്രാഞ്ചൈസേഴ്സ് ഓഫ് എ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ഏതെങ്കിലും ട്രെയിനിങ് കിട്ടിയ ആളായിരിക്കണം. റെപ്യൂട്ടേഷൻ വേണം, എക്സ്പീരിയൻസ് വേണം, ആൻഡ് കേപ്പബിലിറ്റി വേണം. എന്തിന്? വർക്കിംഗ് സ്റ്റൈൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് ഓഫ് ഫ്രാഞ്ചൈസിങ്. ഇതിന് എന്തുകൊണ്ട്? അഡ്വാൻറ്റേജസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഫ്രാഞ്ചൈസിൻ്റെ ബെനിഫിറ്റ്സ്? എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? മീൻസ് കിട്ടുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്മോൾ എൻ്റർപ്രണർ ക്യാൻ എസ്റ്റാബ്ലിഷ് ബിസിനസ്. സ്മോൾ എൻ്റർപ്രണർ എന്താണ് ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ് ബിസിനസ് ആൻഡ് എക്വയറിംഗ് ഫോർ ദ ബിസിനസ് മോഡൽ വിത്ത് ഇൻവെസ്റ്റിംഗ് ഹ്യൂജ് ക്യാപിറ്റൽ അല്ലേ? എന്നാൽ മൂലധനം ഉണ്ടാക്കാൻ വേണ്ടി ഹ്യൂജ് ക്യാപിറ്റൽ, അതായത് പ്രോഫിറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹ്യൂജ് ക്യാപിറ്റൽ മൂലധനം ഇറക്കണം.
ദർ ഈസ് വെരി ലെസ് റിസ്ക് ഓഫ് ദ ഫ്രാഞ്ചൈസി. ചെറിയ റിസ്ക് മാത്രമേ, ബെനിഫിറ്റ് ആണ് പറയുന്നത്. ഫ്രാഞ്ചൈസിക്ക് എന്താണ് വേണ്ടത്? ചെറിയ റിസ്ക് മാത്രം എടുത്താൽ മതി ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്ഥാപിക്കാൻ. മെയ്ഡ് ബൈ ഫ്രാഞ്ചൈസീസ് ഇൻ ലാൻഡ്, ബിൽഡിംഗ് ആൻഡ് എക്യുപ്പ്. അത് ലാൻഡോ ബിൽഡിങ്ങോ എന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ചെറിയൊരു ബെനിഫിറ്റ് മതി. മേക്ക് യൂസ് ഓഫ് ലോക്കൽ റിലേഷൻഷിപ്പ് ഓഫ് നോളജ്. അവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് ഫ്രാഞ്ചൈസി തുടങ്ങണമെങ്കിൽ അവിടുത്തെ ലൊക്കാലിറ്റി ആളുകളുമായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ബന്ധം മാത്രം മതി. ദ ഫ്രാഞ്ചൈസീസ് ഇസ് എ ബിസിനസ് മാൻ ഹു ഈസ് ഹൈലി മോട്ടിവേറ്റഡ് ആൻഡ് ദസ് ഡസ് നോട്ട് നീഡ് ടു മോണിറ്ററി ആൻഡ് കേസ് ഓഫ് ദിസ് ഫ്രാഞ്ചൈസർ ഹാഡ് സെറ്റ് ഹിസ് ഓൺ സ്റ്റോൺ. അതായത് ഫ്രാഞ്ചൈസീസ് എ ബിസിനസ് മാൻ, അദ്ദേഹം ഒരു ബിസിനസ് മാൻ ആണെങ്കിൽ ഹു ഈസ് മോട്ടിവേറ്റഡ് ആൻഡ് നീഡ് ടു ബി മോണിറ്ററിങ്. അദ്ദേഹം എല്ലാം എന്ത് ചെയ്യണം? വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് ക്യാൻ ഗ്രോ റാപ്പിഡ്ലി വിത്ത് ദസ് ക്വിക്ലി അച്ചീവ് എക്കണോമിക് സ്കെയിൽ. അദ്ദേഹം പെട്ടെന്ന് തന്നെ ക്വിക്ലി എന്ത് ചെയ്യണം? ക്യാച്ച് ചെയ്യണം, ക്വിക്ലി അച്ചീവ് ചെയ്യണം, നേട്ടത്തിലേക്ക് എത്തണം എത്രയും പെട്ടെന്ന് തന്നെ. ഓക്കെ.